അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് തന്റെ പ്രിയപ്പെട്ട ശിഷ്യനും സ്വഹാബിയുമായ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, വളരെ വിഷമത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വരുന്നത്. നമുക്കും ആ വിഷമമുണ്ട്. നമ്മളൊക്കെ ആ വിഷമം പലപ്പോഴും നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരോട്, പള്ളിയിലെ ഉസ്താദിനോട്, നാട്ടിലെ സ്വാലിഹീങ്ങളായ ആളുകളോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. എന്നതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തനിക്കുണ്ടായൊരു വിഷമം മുത്തുനബിയോട് പറഞ്ഞതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വരുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് അദുല്ലാഹ ഫലാ യസ്തജീബു ലി ദുആഇ. അല്ലാഹുവിന്റെ തിരുദൂതരേ, ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യാറുണ്ട് നബിയേ. നബിയേ, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത്, എന്റെ ഭാര്യമാരും എന്റെ മക്കളുമെല്ലാം കിടന്നുറങ്ങുന്ന സമയത്ത് പാതിരാത്രിയിൽ എഴുന്നേറ്റ് ഒളു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഞാൻ എന്റെ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യാറുണ്ട് നബിയേ. ഫലാ യസ്തജീബു ലി ദുആഇ. നബിയേ, എന്റെ ദുആഇന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉത്തരം നൽകുന്നില്ല നബിയേ. അതിന്റെ കാരണം എന്താണെന്നറിയാ? വളരെ വേദനിച്ചുകൊണ്ട്, വളരെ ദുഃഖിച്ചുകൊണ്ട്, വളരെ വിഷമത്തോടുകൂടിയാണ് ഞാൻ അങ്ങയുടെ സമീപത്ത് നിൽക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അതിനുള്ള പരിഹാരം എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു ഹറാമും ചെയ്യുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ തിരുദൂതരേ, സദാ സമയവും ഞാൻ അങ്ങയുടെ സദസ്സിലുണ്ടല്ലോ. ഞാൻ അങ്ങയുടെ ചാരത്തായി, ഞാൻ അങ്ങയുടെ ഓരത്തായി നിൽക്കുകയല്ലേ നബിയേ. ഞാനൊരു ഹറാമും പ്രവർത്തിക്കുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുക, യാ സഅദ് ഇജ്തനിബിൽ ഹറാം ഫഇന്ന കുല്ല ബത്ന ദഖല ഫീഹി ലുഖ്മാ മിൻ ഹറാമിൻ ലാ യുസ്തജാബു ദുആഹു 40 യൗമാ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ സഅദ്, ഹറാമായ സമ്പത്തിനെ, ഹറാമായ ഭക്ഷണത്തെ നീ വെടിയുക. ഹറാം നിന്റെ പള്ളയിലേക്ക് കിടക്കരുത് സഅദേ. ഹറാമായ സമ്പത്തിനാൽ നീ ഭക്ഷണം കഴിക്കല്ലേ സഅദേ. ഹറാമായ ഭക്ഷണം നീ കഴിക്കല്ല സഅദേ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും ഹറാമിൽ നിന്നും 1 മണി അരിയെങ്ങാണം ഭക്ഷിച്ചാൽ ലാ യുസ്തജാബു ദുആഉഹു 40 യൗമാ. 40 ദിവസത്തേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദുആഇക്ക് ഉത്തരം നൽകുകയില്ല.
സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശിഷ്യനായ തന്റെ സഹപാഠിയായ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. ആരെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ആരെങ്കിലും ഹറാമായ ഭക്ഷണം കഴിച്ചാൽ 40 ദിവസത്തേക്ക് അവൻ ചെയ്യുന്ന ദുആയ്ക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉത്തരം നൽകുകയില്ല. നമ്മുടെ ദുആയ്ക്കന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉത്തരം നൽകാത്തത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നവരല്ലേ? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുആയിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉത്തരം നൽകാത്തത്? നമ്മുടെ വയറുകളൊക്കെ, നമ്മുടെ പള്ളകളൊക്കെ ഹറാമിന്റെ മുതൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. നമ്മുടെ ഉദരങ്ങളിലേക്ക് ഹറാമായ ഭക്ഷണം കടന്നു പോയിരിക്കുകയാ. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ നമ്മൾ പറയുന്നത് അനുസരിക്കാത്തതിന്റെ? നമ്മുടെ മക്കള് തെമ്മാടികളും താന്തോന്നികളും അഹങ്കാരികളും ധിക്കാരികളുമായി പോയത് എന്തുകൊണ്ടാ? നമ്മുടെ മക്കളൊക്കെ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെടാതെ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ബഹുമാനിക്കാതെ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാതെ നമ്മുടെ മക്കളൊക്കെ കള്ളുകുടിയന്മാരും പെണ്ണുപിടിയന്മാരും തെമ്മാടികളും താന്തോന്നികളും പലിശഭോജികളുമായത് എന്തുകൊണ്ടാ? നമ്മുടെ മക്കളൊക്കെ പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേട്ടിട്ട് ആ ബാങ്കിൽ നമസ്കാരത്തിന് ഉത്തരം കൊടുക്കാതെ, നിസ്കരിക്കാൻ കടന്നു വരാതെ നമ്മുടെ മക്കളൊക്കെ എന്തുകൊണ്ടാ അലസതയുടെ പിന്നാപുറങ്ങളിലേക്ക് സഞ്ചരിച്ചു പോയത്? നമ്മുടെ മക്കൾക്കൊക്കെ ഹറാമായ ഭക്ഷണം കൊടുത്തത് കൊണ്ടല്ലേ? ഇനിയും നമുക്കൊരു മാറ്റം വേണ്ടേ? ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, ഹലാലായ രീതിയിലെ സമ്പത്ത് സമ്പാദിക്കാവൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആർക്കെങ്കിലും ചെറിയൊരു ജോലിയുണ്ട്, ഒരു ഹലാലായ വരുമാനമുണ്ടെങ്കിൽ ആ ഹലാലായ വരുമാനത്തിലൂടെ അവന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വിഷയത്തിൽ അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയുകയും അവന്റെ ജീവിതത്തിൽ അല്ലാഹു സംതൃപ്തിയും നൽകുന്നതാണ്.